അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ തന്നെ റിവ്യൂ ചെയ്യുന്നവർക്ക് അവരാദ്യമേ പറയുന്നുണ്ട്, എല്ലാ റിവ്യൂസും ആദ്യം പറയുന്നുണ്ട് അതൊരു വ്യക്തിപരമായ അഭിപ്രായമാണ്, അവർക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാം. കാരണം അവരും ഇതുപോലെ തന്നെ അവർക്കും അതിന് സ്വാതന്ത്ര്യമുള്ളതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലല്ല അതിന്റെ ഒരിക്കലല്ല. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സീനിൽ ഒരാൾ എങ്ങനെ കരയണം എന്നുള്ളത് മറ്റൊരാളല്ല തീരുമാനിക്കേണ്ടത്. ആ പടത്തിന്റെ ഡയറക്ടറാണ്. അത് ചേട്ടനോടൊപ്പം തന്നെ നിൽക്കുന്നത്, യാതൊരു ഡൗട്ടും ഇല്ല. അത്ര അങ്ങനെയുള്ളത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരു സീനിൽ എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് ഞാൻ മോശമായിട്ട് അഭിനയിച്ചു. ഞാൻ 2018 എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ട് ഞാൻ ജൂഡിനോട് ചോദിച്ചു, ജൂഡ് ഇത്രയും ചെയ്യണോ? ചേട്ടാ അത്രയും ചെയ്യണമെന്ന് പറഞ്ഞ് ആ പടത്തിന് ഒരുപാട് കയ്യടിയും പ്രശംസ നേടിയ ഒരാളാണ് ഞാൻ. ആ ക്യാരക്ടറിന് കുറുക്കൻ കളിക്കേസ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു കൺവിക്ഷൻ ഞാൻ ചെയ്തു. അത് എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിച്ച് ചെയ്തു. ഒരു പടത്തിൽ ഒരു കഥാപാത്രം എങ്ങനെ എത്ര ചെയ്യണം, അത് ഏത് രീതിക്ക് ചെയ്യണം, തീർച്ചയായിട്ടും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മൾ ചെയ്യാൻ നമുക്ക് പ്രതിഭയുള്ളവരായിരിക്കണം. അല്ലാതെ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. എന്തെങ്കിലും വ്യത്യാസം വരണം അതിനകത്ത്. അപ്പൊ അത് ജോണിച്ചേട്ടൻ പറഞ്ഞതിനോട് തന്നെ അത് ഇന്ന ആൾ ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ ഒരു തെറ്റൊന്നുമില്ല. പക്ഷെ അത് എങ്ങനെ അഭിനയിക്കണം തീരുമാനിക്കുന്നത് അതിന്റെ പടത്തിന്റെ സംവിധായകനും ആ നടനും അല്ലെന്നുണ്ടെങ്കിൽ ആരാണോ ആക്ടർ അവർക്കും ഒരു മീറ്റർ ഉണ്ടാവും. അതനുസരിച്ച് ആ ഫിറ്റിങ്സാണ് ചെയ്യണം. പക്ഷെ അത് നമ്മള് അശ്വതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ പുള്ളിയുടെ എല്ലാവരും കാണുന്നതനുസരിച്ച് ഇരിക്കാറുണ്ട്. പിന്നെ പുള്ളിയുടെ രീതിയും ഭാഷയും കുറച്ച് ഹാർഷാണ്. അത് പുള്ളിയുടെ ഒരു തനതായ ശൈലിയാണ്. നമ്മൾ ഇങ്ങനെ അദ്ദേഹം പറയാൻ പാടുന്നു, നമുക്കും പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ്. അല്ലാണ്ട് ജോണിച്ചേട്ടൻ പറഞ്ഞത് നമ്മളത് നൈസായിട്ട് നമ്മള് ഓരോ മക്കളായിരുന്നല്ല. ഞാൻ എപ്പോഴും അതിനോട് തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിനോട് ഉറച്ചിരുന്ന ഒരു മാറ്റമില്ല. വേറെ എന്തെങ്കിലും കിംവദന്തി വേണമെങ്കിൽ